Good evening to all my dear students. എല്ലാവർക്കും സ്കൂളിൽ വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പാഠങ്ങളൊക്കെ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും റിവൈസ് ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച ഏതായിരുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് നമ്മുടെ ആൽഗയുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് വരുന്നത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഒരൊറ്റ കാര്യം കൂടി മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. അത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ് അല്ലെ? നമ്മൾ ഇനി പഠിക്കേണ്ട ഏതിനെ കുറിച്ചാണ്? അവിടെ ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതിനെ കുറിച്ചാണ് ആൽഗേസിനെ കുറിച്ച് അല്ലെ? ആൽഗേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ട ഇതിനെ കുറിച്ച് മാത്രമാണ് നമ്മുടെ ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ഇനി ഇങ്ങോട്ട് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, ഓരോ പോർഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. ഈ പറയുന്ന ചാപ്റ്റേഴ്സിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറില്ല. ബ്രയോഫൈറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണ് എന്ന് ഒരിക്കലും ചോദിക്കാറില്ല. അങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും എക്സാം എഴുതാൻ പോകരുത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം, ഈ ബ്രയോഫൈറ്റ്സിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് എന്ത് പറയാം? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. അതിന് കാരണം എന്താ? ഇവർക്ക് സോയിലിനകത്ത് കാണപ്പെടാം, അല്ലെങ്കിൽ എന്ത് കാണാം? സോയിലിനകത്തും വാട്ടറിനകത്തും അല്ലെ, അല്ലെങ്കിൽ അക്വാട്ടിക് റീജിയൻസിൽ വളരാനുള്ള കപ്പാസിറ്റി ഉള്ള ഓർഗാനിസംസ് ആണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സാമിൽ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? Write a short note on the amphibians of plant kingdom, or what are the characteristic features of amphibians of plant kingdom. Okay, or അങ്ങനെ ആ വരുന്ന ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേം ബേസ് ചെയ്തിട്ടായിരിക്കും ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നുള്ള ടേം ബേസ് ചെയ്തിട്ടായിരിക്കും എനിക്ക് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു കേസ് എപ്പോഴും മനസ്സിലോർത്തുകൊണ്ട് പഠിക്കാം. ഓക്കെ, ഇനി ഈ ബ്രയോഫൈറ്റ്സ് എവിടെയെങ്കിലും കാണപ്പെടാം. ഒന്നാമത്തത് കാണപ്പെടുന്നത് ഒരു ഡാംപ് ഏരിയാസിലായിരിക്കും. മാർഷ് ഏരിയാസ് അല്ലെ? മാർഷ് ഏരിയാസിലായിരിക്കും ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മാർഷ് ഏരിയാസ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ചതുപ്പ് നിലങ്ങളൊന്നും വേണമെങ്കിൽ പറയാം. ചതുപ്പ് നിലങ്ങളിൽ ഇത് കാണപ്പെടാം. ഇനി അതുപോലെ ഇനി എന്ത് കാണാം? ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയാസ് കാണാം. അതായത് ഒരു ഹ്യൂമിഡിറ്റി, ഒരു ഈർപ്പം, നനവുള്ള ഏരിയാസിൽ കാണപ്പെടാം. അല്ലെങ്കിൽ ഷെയ്ഡഡ് ലൊക്കാലിറ്റീസ്, അല്പം തണല് വരുന്ന പ്രദേശങ്ങൾ അല്ലെ? ഒരുപാട് വെളിച്ചവും തട്ടാതെ തണല് വരുന്ന പ്രദേശങ്ങൾ, ആ ഒരു പ്രദേശങ്ങളിൽ എന്തായിരിക്കും? മിക്കപ്പോഴും ഹ്യൂമൻ കണ്ടീഷൻസ് കൂടുതലായിരിക്കും അല്ലെ, ഈർപ്പം കൂടുതലുള്ള ഏരിയാസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിലാണ് ഈ പറയുന്ന നമ്മുടെ ബ്രയോഫൈറ്റ്സ് കാണപ്പെടുന്നത് അല്ലെ? ഇനി ഇവരുടെ ബോഡി എന്താണ്? മോർ ഡിഫറൻഷിയേറ്റഡ് ആണ്. ഇവരുടെ ബോഡി മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ആൽഗെ. നമ്മുടെ ആൽഗയുടെ കേസ് പഠിച്ചത് നമ്മൾ പറഞ്ഞു, ആൽഗയുടെ കേസിൽ എന്തില്ല, അവരുടെ ബോഡി അൺഡിഫറൻഷിയേറ്റഡ് ആണ്. നമുക്ക് റൂട്ട് ഏതാണ്, സ്റ്റെം ഏതാണ്, ലീഫ് ഏതാണെന്ന് നമുക്ക് അറിയില്ല അല്ലെ? പക്ഷെ ഇവിടെ എന്താ? ഇവിടെ അങ്ങനെയല്ല. ഇവരുടെ ബോഡി എന്താ? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് അതെങ്ങനെ നോക്കാം. എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. കാണാനായിട്ട് അപ്പിയറൻസിൽ എന്തായിരിക്കും? അപ്പിയറൻസ് മോസ്റ്റ്ലി താലസ് ആയിരിക്കും. കാണാനായിട്ട് ഏകദേശം താലസ് പോലുള്ള തന്നെ സ്ട്രക്ചർ തന്നെ ആയിരിക്കും. ഇനി അത് കൂടാതെ എന്തായിരിക്കാം? ഇറക്റ്റ് ആയിട്ട് കാണപ്പെടാം. ബട്ട് ഇറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇറക്റ്റ് ആൻഡ് പ്രോസ്റ്റേറ്റ് ആയിട്ടും ഇറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാം? ഈ പറയുന്ന ബ്രയോഫൈറ്റ്സ് കാണപ്പെടും. ഇനി ഈ ബ്രയോഫൈറ്റ്സിന്റെ താലസ് ഒരു സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, സോ അറ്റാച്ച് ടു എ സബ്സ്ട്രേറ്റ്, നമ്മുടെ ഏതെങ്കിലും പോർഷനുമായിട്ട്, നമുക്കറിയാം ഈ പറയുന്ന പായല് അല്ലെ, പായല് കാണപ്പെടുന്ന എവിടെയാ? എന്തെങ്കിലും ഒരു ചെടിയായിട്ടോ അല്ലെങ്കിൽ മരമായിട്ടോ അല്ലെങ്കിൽ സ്റ്റെമ്മുമായിട്ടാണ് അറ്റാച്ച് ചെയ്താൽ കാണപ്പെടുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ എന്തുണ്ട്? അറ്റാച്ച് ടു എ സബ്സ്ട്രേറ്റ്, ഒരു സബ്സ്ട്രേറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യുന്നത് അല്ലെ? ഹിയർ ഓൾസോ ഇറ്റ് അറ്റാച്ചസ് ടുവേർഡ്സ് എ സബ്സ്ട്രേറ്റ്. ഒരു സബ്സ്ട്രേറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ അറ്റാച്ച് ചെയ്ത് കാണും. ഇനി ഈ സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ആ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് റൈസോയിഡ്സ്. അത് ഓർത്തിരിക്കുക. ഒരു സബ്സ്ട്രേറ്റ്, ബ്രയോഫൈറ്റ്സ് എപ്പോഴും ഒരു സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടും. അപ്പൊ അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആ ഒരു റൂട്ട് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് റൈസോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുമ്പോൾ ഇവർക്ക് എന്താണ്? ദേ ലാക്സ് ടു റൂട്ട്സ്. ഇവർക്ക്
ടു റൂട്ട്സ് ആബ്സെന്റ് ആണ്. റൂട്ട് ലൈക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരിക്കലും റൂട്ട് എന്ന് വിളിക്കാൻ പറ്റില്ല. റൂട്ട് ആണെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. പക്ഷെ ഇവിടെ എന്താ ലാക്സ് ടു റൂട്ട്സ്, അവർക്ക് എന്തില്ല ടു ആയിട്ടുള്ള റൂട്ട്സ് ഇല്ല. ഓക്കെ, അതുപോലെ സ്റ്റെം ഇല്ല. സ്റ്റെം ഉണ്ട്, സ്റ്റെം ലൈക്ക് അപ്പിയറൻസ് ഉണ്ട്, പക്ഷെ എന്തല്ല പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെം അല്ല. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ലീവ്സ് ഇതെല്ലാം തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ ആൽഗയുടെ കേസിൽ അൺഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡി ആണ്. എന്നാൽ ആൽഗയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഫറൻഷിയേറ്റ് ആണ് നമ്മൾ ഈ പറയുന്ന ബയോഫൈറ്റ്സ് ആണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് റൂട്ട് ലൈക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ അവരെ വിളിക്കുന്ന പേര് നമുക്ക് എന്താ പറയാ റൈസോട്സ് എന്ന് പറയാം. പക്ഷെ അതൊന്നല്ല ഒരു ട്രൂ ആയിട്ട് റൂട്ട്സ് ആണ് അല്ലെ. അപ്പൊ പ്രോപ്പർ ആയിട്ട് സ്റ്റെം ഇല്ല, റൂട്ട് ഇല്ല, അതുപോലെ ലീവ്സും ഈ പറയുന്ന ഓർഗാൻസിനകത്ത് ഇല്ല. ഇനി അടുത്ത ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പ്ലാന്റ് ബോഡി. പ്ലാന്റ് ബോഡി എന്ത് കണ്ടീഷനിലായിരിക്കാം? ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കാം അല്ലെ. അപ്പൊ അത് ഓർത്തിരിക്കാം. പ്ലാന്റ് ബോഡി ഈ പറയുന്ന ബ്രയോഫൈറ്റ്സിന്റെ പ്ലാന്റ് ബോഡി ഈസ് ഓൾവേസ് ഹാപ്ലോയിഡ് കണ്ടീഷൻ. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ കണ്ടീഷനിലായിരിക്കും. ക്രോമസോം നമ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കും? പകുതിയായിരിക്കും. അപ്പൊ ഡബിൾ ടു കണ്ടീഷൻ ആയിട്ടുള്ള ക്രോമസോംസ് ഈ പറയുന്ന ബ്രയോഫൈറ്റ്സിനകത്ത് കുറവാണ് അല്ലെ. ഇപ്പൊ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് കണ്ടീഷൻസിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ഇനി ഇവിടെ പ്രത്യേകത ദേ പ്രൊഡ്യൂസസ് ഗ്യാമീറ്റ്സ്. ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിക്ക് എന്നുള്ള കപ്പാസിറ്റി ഉണ്ട്? ദേ പ്രൊഡ്യൂസ് ഗ്യാമീറ്റ്സ്. ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ പ്ലാന്റ് ബോഡിയെ വിളിക്കുന്ന പേരാണ് ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവരുടെ ബോഡിയിൽ എന്തുണ്ട്? ഇവരുടെ ബോഡിയിൽ കണ്ടീഷൻസ് ഗ്യാമീറ്റോ ഹാപ്ലോയിഡ് കണ്ടീഷൻസ് ആണ്. ഇനി ഈ ഹാപ്ലോയിഡ് കണ്ടീഷൻസ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിക്ക് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേര് എന്താ പറയാ? ഗ്യാമീറ്റോഫൈറ്റ്സ്. അതായത് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് ബോഡിയെ വിളിക്കുന്ന പേരാണ് ഗ്യാമീറ്റോഫൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ബ്രയോഫൈറ്റ്സിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള മെയിൽ സെക്സ് ഓർഗൻ നമുക്ക് ഏത് നോക്കാം? മെയിൽ സെക്സ് ഓർഗൻ നോക്കാം. ആ മെയിൽ സെക്സ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ആന്തറിഡിയം എന്ന് പറയും അല്ലെ. ആ മെയിൽ സെക്സ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ആന്തറിഡിയം. ഇനി അടുത്തേതാ? ഫീമെയിൽ സെക്സ് ഓർഗൻ ആണല്ലോ. അപ്പൊ ഈ ആന്ത്രിഡത്തിനകത്ത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സ് അല്ലെങ്കിൽ ഗ്യാമീറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ആന്ത്രോസോയിഡ്സ് എന്ന് പറയാം. ഒരിക്കലും നോക്കുക, നമുക്ക് പറഞ്ഞെന്ന് പറയുമ്പോൾ ഗ്യാമീറ്റോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയാണ്, ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയാണ്. അവര് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അതുകൊണ്ട് വിളിക്കുന്ന പേര് ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയാം. ഇവിടെ മെയിൽ സെക്സ് ഓർഗനെ വിളിക്കുന്ന പേര് ആന്തറിഡിയം എന്നോട് പറയുന്നു. അപ്പോൾ ഈ ആന്തറിഡിയത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ആന്ത്രോസോയിഡ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഫീമെയിൽ സെക്സ് ഓർഗൻ നോക്കാം. ഫീമെയിൽ സെക്സ് ഓർഗനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ആർക്കിഗോൺ എന്ന് നമുക്ക് പറയാം. അതിനെ വിളിക്കുന്ന പേരാണ് ആർക്കിഗോണിയം എന്ന് നമുക്ക് പറയാം. ഇനി ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കാം? ഇത് ഫ്ലാസ്ക് ഷേപ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലാസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ആൻഡ് അതിനകത്ത് പിന്നെയുള്ള കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ എഗ് അല്ലെ, ഒറ്റ എഗ് മാത്രമായിരിക്കും. അത് നമ്മൾ ഏത് കേസ് നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ ഗാമീറ്റ്സ് എപ്പോഴും സിംഗിൾ ആയിരിക്കും, സിംഗിൾ നമ്പർ ആയിരിക്കും, ലാർജ് ഇൻ സൈസ് ആയിരിക്കും. എന്നാൽ മെയിൽ ഗാമീറ്റ്സ് എപ്പോഴും ലെസ് ഇൻ നമ്പറും മോഡൽ സൈസ് ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗാമീറ്റ്സ് അല്ലെ. അപ്പൊ ഈ മെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ട്. അപ്പൊ ഈ മെയിൽ സെക്സ് ഓർഗൻസ് എന്ത് ചെയ്യും? അവര് മെയിൽ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ആന്ത്രോസോയിഡ്സ്. ഈ ആന്ത്രോസോയിഡ്സ് എങ്ങോട്ട് റിലീസ് ചെയ്യും? ഇത് വാട്ടർ ബോഡീസിലാണ് പ്രസന്റ്, നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ആന്ത്രോസോയിഡ്സ് എന്ത് ചെയ്യും? റിലീസ് ഇൻ ടു വാട്ടർ, വാട്ടറിലേക്ക് റിലീസ് ചെയ്യും. അപ്പൊ ആന്ത്രോസോയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഗാമീറ്റ്സ് ആണ്. ഈ മെയിൽ ഗാമീറ്റ്സ് വാട്ടറിലേക്ക് എന്ത് ചെയ്യുന്നു? അവിടെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത ശേഷം അത് എന്ത് ചെയ്യും? കോൺടാക്ട് വിത്ത് ആർക്കിഗോൺ. അത് എങ്ങോട്ടേക്ക് പോകും? ആർക്കിഗോണത്തിലേക്ക് എന്ത് ചെയ്യും? അത് കോൺടാക്ട് ചെയ്യും. നമ്മളിപ്പോ ഒരു ഡിസ്പേർഷൻ എന്നൊക്കെ പറയുന്നത് പോലെ, ഈ പോളിനേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ആ ഫാക്ടർ എന്താണ്? ഈ പറയുന്ന ഓർഗാനിസം അല്ലെ, ഈ പറയുന്ന ബ്രയോഫൈറ്റ്സിനകത്ത് നമ്മുടെ ഈ ഗാമീറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത് വാട്ടർ ആണ് ഇവിടുത്തെ മീഡിയേറ്റർ എന്ന് പറയുന്നത് അല്ലെ. ഇനി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഈ ആന്ത്രോസോയിഡ് എന്ത് ചെയ്യും? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ആന്ത്രോസോയിഡ് വാട്ടറിലേക്ക് റിലീസ് ചെയ്യുന്നു, റിലീസ് ചെയ്തിട്ട് ആർക്കിഗോണിന് അടുത്തേക്ക് എത്തുന്നു. അടുത്തെത്തിയതിനു ശേഷം ഈ ആന്ത്രോസോയിഡ്സ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പൊ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അടുത്തെന്ത് ഫോം ചെയ്യും? അവിടെ സൈഗോട്ട് ഫോം ചെയ്യും. ആന്ത്രോസോയിഡ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, ഫ്യൂസ് ചെയ്തിട്ട് അവിടെ സൈഗോട്ട് ഫോം ചെയ്യും. ഇനി അടുത്തെന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഗോട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈഗോട്ട്
അത് എന്ത് ചെയ്യുന്നു? അണ്ടർഗോ മിയോസിസ്. അത് മിയോസിസിന് വിധേയമാകും. കാരണം എന്തുകൊണ്ടാണ്? സൈഗോട്ട് എന്ന് പറയുമ്പോൾ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ് അല്ലെ? സൈഗോട്ട് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്, പക്ഷെ പ്ലാൻ ബോഡി ഇപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ സൈഗോട്ട് മിയോസിസ് നടന്നിട്ട് എന്തായിട്ട് മാറും? ഇവിടെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആയിട്ട് മാറും അല്ലെ? ഹാപ്ലോയിഡ് അല്ലെങ്കിൽ എൻ കണ്ടീഷനുള്ള സെൽസ് ആയിട്ട് മാറും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു റീജിയൻ വിളിക്കുന്ന പേരാണ് സ്പോറോഫൈറ്റിക് എന്ന് പറയാം. അതായത് സൈഗോട്ടിനകത്ത് ഡബിൾ കണ്ടീഷൻ ആണ് അല്ലെ? ഡ്യുവൽ കണ്ടീഷൻ ആണ്. അത് ഡിവൈഡ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോർസ്. അപ്പൊ അങ്ങനെ ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ബോഡിയെ വിളിക്കുന്ന പേരാണ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി. ഓക്കെ, സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ബോഡിയെ വിളിക്കുന്ന പേരാണ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. അടുത്ത എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ സ്പോറോഫൈറ്റ് ആരുമായിട്ട് അറ്റാച്ച് ചെയ്യും? ഈ സ്പോറോഫൈറ്റ്, അതായത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ബോഡി അറ്റാച്ച് ടു ഫോട്ടോസിന്തറ്റിക് ഗാമീറ്റോഫൈറ്റ്. ഇത് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു? അറ്റാച്ച്ഡ് ടു ഫോട്ടോസിന്തറ്റിക് ഗാമീറ്റോഫൈറ്റ്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഗാമീറ്റോഫൈറ്റുമായിട്ട് യൂസ് ചെയ്യും അല്ലെ? ഫോട്ടോസിന്തറ്റിക്കുമായിട്ടുള്ള ആ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ ആ പ്ലാന്റ് ബോഡി, ആ ഗാമീറ്റോഫൈറ്റുമായിട്ട് എന്ത് ചെയ്യും? അവിടെ യൂസ് ചെയ്യും. ഇനി ഫ്യൂസ് ചെയ്തതിനു ശേഷം അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഇറ്റ് പ്രൊവൈഡ്സ് നറിഷ്മെന്റ് അല്ലെ? ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്ന ഗാമീറ്റ്സിന് നറിഷ്മെന്റ് കൊടുക്കുക എന്നുള്ള കണ്ടീഷനാണ് ഈ പറയുന്ന സ്പോറോഫൈറ്റ് അല്ലെ? സ്പോറോഫൈറ്റ് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്തിട്ട് അറ്റാച്ച് ടു ഫോട്ടോസിന്തറ്റിക് ഗാമീറ്റോഫൈറ്റ്, ഫോട്ടോസിന്തറ്റിക്കുമായിട്ടുള്ള ഗാമീറ്റോഫൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യും. അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുക. അതാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇത്രയും പോയിന്റ്സ് മതി. ഇനി നമുക്ക് നോക്കേണ്ടതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ് ഈ പറയുന്ന ബ്രയോഫൈറ്റ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടു നോക്കാം. വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അല്ലെ? എക്കണോമിക് ഇമ്പോർട്ടൻസ് കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയും ജസ്റ്റ് ഒരു 50% ഇല്ല, ഒരു 20-30% മാത്രമാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ വർഷം. അത്രമാത്രം വളരെ 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 കണ്ടിട്ട് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ ഒരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആക്കുന്നുണ്ട് ഈ പറയുന്ന ബ്രയോഫൈറ്റ്സിനകത്തുണ്ട്. ഒന്നാമത്, ചില മോസസ് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ഫുഡ് അല്ലെ? സോ സം മോസസ് ഓൾവേസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മാമൽസ്. ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാം? ഹെർബേഷ്യസ് ആയിട്ടുള്ള മാമൽസിന് പ്രൊവൈഡ് ചെയ്യാം. ഹെർബേഷ്യസ് എന്ന് പറയുമ്പോൾ എന്താ? ഹെർബേഷ്യസ് ഹെർബ്സ് മാത്രം കഴിക്കുന്ന ഓർഗാനിസം അല്ലെ? അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഹെർബേഷ്യസ് മാമൽസ് എന്ന് പറയാം. അതുപോലെ ചില ബേർഡ്സിന് കൊടുക്കുന്നുണ്ട് ആൻഡ് ആനിമൽസ്. അപ്പൊ ഈ പറയുന്ന ഓർഗാനിസത്തിൽ എല്ലാം തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് വൺ, ദർ ഇസ് സ്പീഷീസ് ഓഫ് സ്പാഗ്നം. ഒരു സ്പീഷീസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സ്പാഗ്നം എന്ന് പറയുന്നത്. സ്പീഷീസ് ഓഫ് സ്പാഗ്നം. അപ്പോൾ സ്പാഗ്നം എന്ന് പറയുന്ന സ്പീഷീസിൽ അല്ലെ, അല്ലെങ്കിൽ മോസന്റെ സ്പീഷീസിൽ ആദ്യം നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് പീറ്റ് എന്ന് പറയും. ഈ പീറ്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ലെസ് ഫ്യൂവൽ. ഇപ്പൊ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ബ്രയോഫൈറ്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന സ്പാഗ്നം. സ്പാഗ്നത്തിൽ നമുക്ക് പീറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ആ പീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഫ്യൂവൽ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ ഈ സ്പാഗ്നത്തിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. സ്പാഗ്നം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ബ്രയോഫൈറ്റ്സിന്റെ മറ്റൊരു ഫീച്ചർ. അപ്പൊ ഈ സ്പാഗ്നത്തിനകത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ. അപ്പോൾ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്തുണ്ട്? ഇവിടെ പ്രസന്റ് ആണ്. കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ. അപ്പോൾ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇവിടെ എന്തായിരിക്കും? ഇവിടെ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ബ്രയോഫൈറ്റ്സിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഒന്നാമത്തത് ലിവർ വോർട്സും മോസസും. ഓക്കെ, സോ നമ്മുടെ ഈ പറയുന്ന ബ്രയോഫൈറ്റ്സിന്റെ മെമ്പേഴ്സ് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് ലിവർ വോർട്സും ഉണ്ട്, അതുപോലെ മോസസും ആണ്.
ലിവർവേർഡ്സ് ആൻഡ് മോസസ്. ലിവർവേർഡ്സും മോസസും ആണ് നമ്മുടെ എക്കണോമിക് ഇമ്പോർട്ടൻസിന്റെ കാര്യങ്ങൾ അല്ലെ, അതായത് വരുന്ന മെമ്പേഴ്സ് അല്ലെ, പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലിവർവേർഡ്സും മോസസും. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. They have great ecological importance because of their important role in the plant succession on their rocks. So അവർ എന്ത് ചെയ്യുന്നുണ്ട് വെച്ച് കഴിഞ്ഞാല് ecological succession. So they plays an important role in the case of ecological succession. Ecological succession അത് എന്താണ് അവിടെ പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ ഈ പറയുന്ന ബയോഫൈറ്റ്സ് വഹിക്കുന്നുണ്ട്. ഇനി അടുത്തത് Mosses along with the lichens decompose rocks, making the substrate suitable for the growth of higher plants. Okay. അപ്പോൾ ഈ മോസസ്, ഈ പറയുന്ന മോസസ് അതായത് ബ്രയോഫൈറ്റ്സ്, ഈ മോസസ് ഏതുമായിട്ട് കൂടിച്ചേരും? ലൈക്കൻസുമായിട്ട് കൂടിച്ചേരും. ഈ ലൈക്കൻസുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യും? അത് helps in the growth of higher plants. Helps in the growth of higher plants. ഒരിക്കലും നോക്കുക, നമ്മൾ പറഞ്ഞു വന്ന എക്കണോമിക് ഇമ്പോർട്ടൻസിനകത്താണ്. അപ്പോൾ മോസസും ലൈക്കൻസും കൂടിച്ചേർന്ന് എന്ത് ചെയ്യും? അത് രണ്ടും കൂടി ഹയർ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽഗയും ഫംഗസും നമ്മൾ പഠിച്ചില്ലേ? ആ സെയിം കണ്ടീഷൻ തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ ഓർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് Mosses forms dense matter on the soil. They reduce the impact of falling rain and prevent soil erosion. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം, ഇറ്റ് പ്രിവെന്റ്സ് സോയിൽ എറോഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്? എക്കണോമിക് ഇമ്പോർട്ടൻസിനകത്ത് നോക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ വേണമെങ്കിൽ കേട്ടു നോക്കുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂട്യൂബിനകത്ത് കമന്റ്സ് ആയിട്ട് ഇടുക. വരും ദിവസങ്ങളിൽ നമുക്കത് പുതിയ ക്ലാസ്സിലായിട്ട് ചെയ്യാനായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. മൂന്നാമത്തെ ചാപ്റ്റർ ഇത്രയും മാത്രം, ഈ ഒരു കണ്ടൻസ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചേക്ക്, ബാക്കി നമുക്ക് ആ ദിവസം നോക്കാം.